ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ലവ്ലി ദേവികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും 1-2 സ്റ്റോറീസ് വീതം ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറീസ് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ ഇന്നൊരു അമ്മയുടെയും മോൻ്റെയും അടിപൊളി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അരുൺ ഇപ്പോൾ ഗൾഫിലാണ്. ഏതാണ്ട് 5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ നിന്ന് അവൻ ആവണിയുമായി സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൽ പിന്നെ സെറ്റിലാവാൻ ഒരുപാട് നെട്ടോട്ടം ഓടിയിരുന്നു. അങ്ങനെയാണ് ഗൾഫിലെ ഈ ജോലി തരപ്പെടുന്നതും ഇവിടെ വന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതും. ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആവശ്യത്തിലധികം ഇപ്പോൾ പണമായി. ഒരുപാട് ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് ജീവിച്ചത് കൊണ്ടാവും പൈസയുടെ വില അവന് നല്ലതുപോലെ അറിയാം. ഒരു തരി പോലും ആവശ്യമില്ലാതെ ചെലവാക്കുകയോ ദൂർത്തടിക്കുകയോ ഇല്ല. ഭാര്യയുടെയും വീട്ടിലെയും എല്ലാ കാര്യങ്ങളും അവൻ സ്വന്തമായി തന്നെ നോക്കുന്നുണ്ട്, യാതൊരു മടിയുമില്ലാതെ. ഇവിടെ വന്നപ്പോൾ അരുണിമ ഗർഭിണിയായിരുന്നു. ആദ്യത്തേത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദൈവം അവർക്ക് കൊടുത്തില്ല. അതിന്റെ ഒരുപാട് വിഷമത്തിലായിരുന്നു രണ്ടുവാളും കുറച്ചു നാൾ. ഇപ്പോൾ അവളുടെ 2ാമത്തെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷമുള്ള കുടുംബമായി മാറിയിപ്പോൾ. ആവണിക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാനോ അങ്ങനെ കാര്യമായുള്ള പരിചയമില്ലാത്തത് കൊണ്ട് നാട്ടിൽ നിന്ന് സ്വന്തം അമ്മയെ കൊണ്ടുവരാനാണ് അരുൺ തീരുമാനിച്ചിരിക്കുന്നത്. ആവണിയുടെ വീട്ടിൽ അങ്ങനെ പറയത്തക്ക ആരുമില്ല. അച്ഛനും അമ്മയ്ക്കും തീരെ സുഖമില്ലാത്ത ആൾക്കാരാണ്. മാത്രമല്ല ഇവനെ സ്നേഹിച്ച കുറ്റത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന പെൺകുട്ടിയുമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് അങ്ങോട്ടേക്ക് സഹായം ചോദിച്ചു ചെല്ലാനൊന്നും അവരുടെ അഭിമാനം അനുവദിക്കുന്നില്ല. ചെന്നാൽ തന്നെ അവർ അവളെ കയറ്റുമോ എന്നും സംശയമാണ്. അരുൺ വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയെ കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സന്തോഷമുണ്ടാകുമോ, ഇനി വരില്ല എന്ന് പറയുമോ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു രണ്ടാൾക്കും. ഏട്ടൻ വിളിച്ചു നോക്ക്, അമ്മ വന്നു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിക്കാതെ അമ്മയോട് നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. അതെ. അരുൺ നാട്ടിലേക്ക് വേഗം പോയി. അത്യാവശ്യത്തിനായി അമ്മയെ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എത്രയും വേഗം കൊണ്ടുവന്നാൽ അത്രയും നല്ലത്. അവൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുന്ന അരുണിനെ സ്വീകരിക്കാൻ അങ്ങനെ പറയത്തക്ക ആൾക്കാരൊന്നും എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അവനത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നിരുന്നത്. വീട്ടിലെ അവസ്ഥ മറ്റാരേക്കാളും നന്നായി അവനറിയാമല്ലോ. അവന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളു കുടിക്കുന്ന അച്ഛൻ അമ്മയെ അങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആരുമില്ലാത്ത തക്കത്തിന് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അത്രേ. അവൻ വീട്ടിൽ ചെന്ന് അമ്മയുമായുള്ള സംസാരത്തിനിടയിൽ ഇക്കാര്യം അവതരിപ്പിച്ചു. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ ഗൾഫിലേക്ക് വരാമോ? ആവണിക്കും കുഞ്ഞിനും ഇപ്പോൾ പരിചരണം ആവശ്യമുള്ള സമയമാണ്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അവന്റെ സംസാരം കേട്ടപ്പോൾ ഗീത അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ വീട്ടിൽ നിന്ന്, ഈ നരകത്തിൽ നിന്നൊരു മോചനം ഞാൻ കൊതിച്ചിരിക്കായിരുന്നു മോനെ. ദൈവമായിട്ടാണ് നിന്നെ പയച്ചത്. അമ്മയ്ക്ക് വരാൻ 100 വട്ടം സമ്മതം. അവന് സന്തോഷമായി. ഒരുപാട് വൈകാതെ തന്നെ അവൻ തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തു. അമ്മ വരുമെന്ന് കേട്ടപ്പോൾ ആവണിക്കും സന്തോഷമായി. നല്ല കാര്യം ഏട്ടാ, അമ്മയെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കാൻ. ഗൾഫിലേക്ക് പോകുന്നെന്നറിഞ്ഞപ്പോൾ അച്ഛൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അമ്മ ആ വാക്കുകൾക്കൊന്നും തീരെ വില കൊടുത്തില്ല. അയാൾ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ, ഈ നരകത്തിൽ നിന്ന് ഇപ്പോഴെങ്കിലും എനിക്കൊരു മോചനം വേണം. അങ്ങനെ ഏതാണ്ട് അവർക്ക് യാത്ര തിരിക്കാനുള്ള ദിവസം വന്നെത്തി. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അമ്മ. അവൻ അഭിമാനം തോന്നി. അമ്മയ്ക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം ഇപ്പോഴെങ്കിലും തനിക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞല്ലോ. അച്ഛന് വീട് നോക്കാത്തപ്പോൾ തന്നെ പോറ്റാനായി കഷ്ടപ്പെട്ട് ക്വാറികളിലും മറ്റും പണിക്ക് പോയിരുന്ന അമ്മയെ അവൻ ഓർക്കുന്നുണ്ട്. നല്ല സുന്ദരിയായിരുന്നു അമ്മ ആ സമയത്ത്. തനിക്ക് വേണ്ടി വെയിൽ കൊണ്ട് പണിയെടുത്തിട്ടാണ് ഈ സൗന്ദര്യമൊക്കെ നശിച്ചു പോയത്. അവന് ആ സ്ത്രീയോട് വല്ലാത്ത പാവം തോന്നി. ഒരു തരത്തിലും ഇനി അമ്മയുടെ കണ്ണു നിറയ്ക്കില്ല എന്ന് അവൻ മനസ്സിൽ ശബ്ദമെടുക്കുന്നത് പോലെ. ആവണിയും ഒരു പാവം പെണ്ണാണ്. അമ്മയ്ക്ക് അവളെ കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
വീട്ടിൽ നിന്ന് യാതൊരു സ്നേഹവും സഹകരണവും ഇല്ലാത്തതുകൊണ്ട് തന്റെ അമ്മയെ അവൾ പൊന്നുപോലെ നോക്കുമെന്നും അവന് ഉറപ്പായിരുന്നു. പേരക്കുട്ടിയെ കാണാനുള്ള തിടുക്കത്തിൽ മറ്റൊന്നും ഓർക്കാതെ തന്നെ ആവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഗീത റെഡിയായി. അങ്ങനെ എയർപോർട്ടിലെത്തി. ആദ്യമായിട്ടായിരുന്നു അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഗീത കാണുന്നത്. അമ്മയുടെ കണ്ണിലുള്ള കൊച്ചുകുട്ടികളെ പോലെയുള്ള കൗതുകം അവനും വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു. ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഗീത അതെല്ലാം മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. ആദ്യമായി പ്ലെയിനിൽ കയറുന്ന എല്ലാ ആശങ്കകളും ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അവൻ അമ്മയുടെ കയ്യിൽ തലോടി അതെല്ലാം ആശ്വസിപ്പിച്ചു. പേടിക്കണ്ടാട്ടോ, ഒന്നും സംഭവിക്കില്ല. തിരിച്ചു പോകുന്നതിന് മുന്നേയായി അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഇറങ്ങണമായിരുന്നു. എന്നാൽ താമസിക്കുന്ന ഇടത്തേക്ക് എത്തിപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പോഴുള്ള ഈ ട്രാവലിങ്ങിന്റെ കാര്യത്തിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടത്രേ. ഒരു ദിവസം തൽക്കാലം എവിടെയെങ്കിലും തങ്ങേണ്ടി വരും. അവനാകെ അസ്വസ്ഥനായി ആവണിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സാരമില്ല ഏട്ടാ, അമ്മയുമായി അവിടെ സൗകര്യങ്ങളുള്ള ഒരു മുറിയെടുക്കൂ. നാളെ എന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി വന്നാൽ മതി. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ആശങ്ക. ബുദ്ധിമുട്ടായോ മോനെ? തന്നെക്കൊണ്ട് മോന് ബുദ്ധിമുട്ടായോ എന്നറിയാനായി ആ സ്ത്രീക്ക് വിഷമമായി. മര്യാദയ്ക്ക് നിന്നിരുന്ന നിന്നെ കൂടെ ഞാൻ കുഴപ്പത്തിൽ ചാടിച്ചോ? അതൊന്നുമില്ല അമ്മേ. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗകര്യമുള്ള ഒരു മുറി അവർ തിരഞ്ഞെടുത്തു. അമ്മയ്ക്കും മോനും കൂടെ ഒരു മുറി തന്നെ ധാരാളമായിരുന്നു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അമ്മ ഫ്രഷായി വന്നു. അപ്പോഴേക്കും അരുണും. അവിടെ നിന്ന് വളരെ ക്ഷീണമുള്ളതല്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് ഓർഡർ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി അത്രയും പോർഷായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആ സ്ത്രീക്ക് മനസ്സിൽ വളരെ ആഹ്ലാദം തോന്നിയിരുന്നു. തന്നെ ഇതുപോലെ നോക്കാനും മാത്രം ഈ മകൻ വളർന്നിരിക്കുന്നു. അവന്റെ വളർച്ചയിൽ അവർക്ക് അഭിമാനം തോന്നി. അമ്മ എന്ന നിലയിൽ സന്തോഷമുള്ള നിമിഷങ്ങൾ. അമ്മയ്ക്ക് ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റിയതിൽ അവനും ഉണ്ടായിരുന്നു സന്തോഷം. ഭക്ഷണം കഴിച്ചപടി ഉറങ്ങാമെന്നവൻ പറഞ്ഞപ്പോൾ എനിക്ക് മോനോട് അല്പം സംസാരിക്കണമെന്നായി ഗീത. അമ്മ അവന്റെ തോളിൽ ചാരിയിരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. പലവട്ടം ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും അവനൊരു നീറ്റലാണ്. വിവാഹം കഴിഞ്ഞതും താല്പര്യം ഇല്ലാതെയുള്ള വിവാഹമായതുകൊണ്ട് അയാളുടെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നതും ഒടുവിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതുമൊക്കെ. നിനക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു മോനെ. അയാളോട് ഞാൻ പലപ്പോഴായി അത് ചോദിച്ചിട്ടുമുണ്ട്. എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ പോലും അയാൾ നിഷേധിച്ചു. അയാൾ നീ ഇനി പ്രസവിക്കേണ്ടടി, ഞാനായിട്ട് നിനക്ക് അതിനുള്ള അവസരമൊന്നും ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞു. പരസ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ അയാൾ എപ്പോഴും വല്ലാത്തൊരു ഉപേക്ഷാ മട്ടിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ പറയുമ്പോൾ അവരുടെ കൺകോണിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. സാരിയാണ് ഗീതയുടെ വേഷം. ഇപ്പോൾ കണ്ടാലും ഒരു 44 വയസ്സേ പറയുകയുള്ളൂ. അതിലധികം പ്രായമുണ്ട്. അമ്മയെ അവൻ കവളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവനൊരു ടീഷർട്ടും ബോക്സറുമായിരുന്നു ധരിച്ചിരുന്നത്. നിന്റെ വളർച്ചയിൽ എനിക്ക് സന്തോഷമുണ്ട് മോനെ, ഒരുപാട് സന്തോഷം. നിന്നെ ഈ ഒരു നിലയിൽ എത്തിക്കാൻ പറ്റുമെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നീയും നല്ല മിടുക്കനായിരുന്നു. നിന്റെ സ്വന്തം ആർജവം കൊണ്ട് നീ ഇവിടെ വരെ എത്തിയില്ലേ? നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ പണ്ട്? ഈ അവസരത്തിൽ അവനും സ്വന്തം പഴയ അനുഭവങ്ങളിലേക്ക് കൂളിയിട്ടു. പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ പഠിക്കാൻ പോയാൽ മതിയെന്ന് പറഞ്ഞ് ഉപദ്രവിച്ച അച്ഛൻ. പിന്നീട് എല്ലാം സ്വന്തം കാലിൽ നിന്ന് നോക്കാനെന്നായി. ആ സമയം ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ അച്ഛൻ. അയാളെപ്പറ്റി ഓർക്കാൻ നല്ലൊരു ഓർമ്മ പോലും അരുണിനില്ല. വളരെ സങ്കടത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളായിരുന്നു അത്. ഇപ്പോൾ എത്ര സന്തോഷമാണ് മനസ്സ് നിറയെ. ഒരു കുഞ്ഞും കൂടി ആയപ്പോൾ ശരിക്കും ബ്ലസ്ഡ് ആയ ഒരു ഫീലായിരുന്നു അവന്. അമ്മയുടെ സമയം കൂടെ അവരുടെ എല്ലാ ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്കും മാറ്റുകൂട്ടി. കഥകൾ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞു വിഷമിച്ചിരുന്ന അമ്മയെ തന്നാലാവുന്ന വിധം അവൻ ആശ്വസിപ്പിച്ചു. അമ്മ ഇപ്പോൾ കിടക്ക്, നമുക്ക് ബാക്കി രാവിലെ സംസാരിക്കാം. വെളുപ്പിനെ പോവേണ്ടതല്ലേ. ഗീതയെ അവൻ കിടത്തി ബെഡ്ഷീറ്റൊക്കെ പുതപ്പിച്ചു കൊടുത്തു. അവരുടെ അരികിലായി അവനും ഓരം ചേർന്ന് കിടന്നു. പാവം അമ്മ എന്തൊക്കെ സഹിച്ചു. നല്ല പ്രായം തുടങ്ങി. ഗാഠനിദ്രയിൽ ആണ്ടുപോയിരുന്നു അവർ. യാത്രയുടെ ക്ഷീണവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഗീത ഒരു ചിരിയോടെ അവനോട് ചോദിച്ചു, വല്ലാതെ നീ ആവണിയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നല്ലാതെ, കുറച്ചു ദിവസമായില്ലേ അമ്മയെ കണ്ടിട്ട്? അല്ല,
അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേ? ഓ അതോ, നീ അവളെ ആണെന്ന് വിചാരിച്ച് ആ ബെഡിൽ മുഴുവൻ പരതുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ ചേർത്ത് പിടിക്കാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അവൻ തലയിൽ കയ്യിൽ വെച്ചു. അമ്മയ്ക്കെന്ന് എന്നെ തട്ടി വിളിക്കായിരുന്നില്ലേ? ഞാനെന്തോ ഓർമ്മയിൽ. അവനാകെ ചടപ്പായി. ഒന്നുമില്ലടാ, നിന്റെ അമ്മയല്ലേ ഞാൻ, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ നിന്റെ അവളുടെ സ്നേഹം കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ചിരിയോടെ ഗീത അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. കുളിക്കാനായി അവൾ പോകുമ്പോൾ അവൻ ആലോചനയിലായിരുന്നു. ആകെ നാണക്കേടായി. താൻ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. കുളിച്ചു വന്ന അമ്മയെ അവൻ കൗതുകത്തോടെ നോക്കി. ആ പഴയ സൗന്ദര്യവും ആർജവും ഒക്കെ തിരിച്ചു വന്നതുപോലെ. മനസ്സിൽ സന്തോഷം കിട്ടുമ്പോൾ തന്നെ അമ്മയ്ക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെയുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു. കൊഞ്ചിക്കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നവൻ ചോദിച്ചു, രാത്രി ഞാൻ എന്തൊക്കെയാ ചെയ്തേ? അമ്മ പറ, മോശമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അതോ, ഭാര്യയും ഭർത്താവുമാവുമ്പോൾ ഇതൊന്നും മോശമല്ലല്ലോ. പക്ഷെ ഒരു അമ്മയുടെ അടുത്താവുമ്പോൾ അല്പം മോശമാണ്. ഇത് മാത്രം പറഞ്ഞ് ഗീത ചെറിയൊരു ചിരി പാസാക്കി. എവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? അമ്മ കാര്യം പറഞ്ഞതാ. ഞാൻ എന്തൊക്കെയാ ചെയ്തേ? അതോ, അത് ഒന്ന് പോട ചെക്ക, എനിക്ക് പറയാൻ നാണവാ. പിന്നെ നിന്റെ ആ ഉറക്കം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തട്ടി ഉണർത്താതിരുന്നതാ. ഇനിയെങ്ങാനും ഇതുപോലെയൊക്കെ ചെയ്യാൻ വന്നാൽ നിന്നെ ശരിയാക്കും ഞാൻ. ഗീത ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അമ്മയുടെ ആ ചിരി അവന് ഒരുപാട് സന്തോഷം കൊടുത്തു. കണ്ണുനീർ മാത്രം കണ്ടു ശീലിച്ച അവന് അമ്മയുടെ ആ ചിരിയും പുതിയ അനുഭവമായിരുന്നു. ഇത്ര ശബ്ദത്തിൽ ആരെയും പേടിക്കാതെ സ്വന്തം സന്തോഷത്തിൽ മതിമറന്ന് അമ്മ ചിരിക്കുന്നത് അവൻ ആസ്വദിച്ചു. അമ്മേ, താൻ എന്തൊക്കെ ചെയ്താലും അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അമ്മയുടെ സ്വന്തം കുഞ്ഞു മോനല്ലേ ഞാൻ, അല്ലേ? അവൻ ചോദിച്ചു. പിന്നല്ലാതെ, നീ എൻ്റെ ചെറിയ മോനല്ലേ. നിന്റെ ചെറിയ കുസൃതികളായിട്ടേ ഞാനത് എടുക്കുന്നുള്ളൂ. നമുക്ക് പോവാൻ സമയമായോ? അരമണിക്കൂർ കൊണ്ട് ഇറങ്ങണം. അവർ രണ്ടുപേരും ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചുള്ള യാത്രയിൽ അധികമൊന്നും ബാക്കി കാര്യങ്ങൾ സംസാരിച്ചില്ല. അധിക ടോപ്പിക്കും ഇന്നലെ രാത്രിയിൽ നടന്ന ഈ സംഭവങ്ങൾ തന്നെ ആയിരുന്നു. അമ്മയുടെ ആ ചിരിയും സന്തോഷവും അവന് വല്ലാത്ത സ്പാർക്ക് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ആവണിയെ പറ്റിയുള്ള ഓർമ്മകൾ താൻ മറക്കുന്നുണ്ടോ? അമ്മ മാത്രമായോ മനസ്സിൽ? നാട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെയും അവളുടെയും സ്നേഹപ്രകടനം കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. ഓരോ കാര്യങ്ങളും അമ്മ എത്ര കൃത്യതയോടെയാണ് നോക്കുന്നത്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ അന്നത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കള്ളത്തരത്തോടെ ഇവനോട് സംസാരിക്കാറുണ്ട്. ഈ അമ്മയുടെ കാര്യം. നാണത്തോടെ അവൻ അപ്പോൾ ചിരിക്കും. അമ്മയുടെ സംസാരത്തിലും ചിരിയിലും നല്ല വ്യത്യാസമുണ്ടിപ്പോൾ. അവനതിപ്പോൾ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. ഈശ്വര, അമ്മ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എൻ്റെ അടുത്ത് നിന്ന് അമ്മ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവൻ്റെ ആ സംശയം കറക്റ്റായിരുന്നു. ഒരു ദിവസം ആവണിയും കുഞ്ഞും ഉറങ്ങുന്ന സമയം അവർ അവരുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഞാനിപ്പോൾ സന്തുഷ്ടയാണ്. എനിക്ക് ആകെ ഇപ്പോൾ കിട്ടാത്തതായി ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു പുരുഷന്റെ സ്നേഹം. എൻ്റെ മോനോട് ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ആവണിക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഒരല്പം സ്നേഹവും പരിഗണനയും ഈ അമ്മയ്ക്ക് തന്നൂടെ? എല്ലാ അർത്ഥത്തിലും. അമ്മ തന്നോട് ഇത്ര ഓപ്പണായി പറയുമെന്നൊന്നും അവൻ വിചാരിച്ചു പോലുമില്ല. അമ്മയുടെ ആ ആളിക്കത്തുന്ന സൗന്ദര്യത്തിൽ അവനും വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആരായാലും ഈ പ്രായത്തിൽ ആഗ്രഹിച്ചു പോകുന്ന കാര്യം മാത്രമേ അമ്മയും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏതാണ്ട് തനിക്കിപ്പോൾ 28 വയസ്സായി. ഈ പ്രായം അത്രയും താൻ ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഇതുപോലെ യാതൊരു കാര്യവും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഈ അവസാന നാളുകളിലോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ സന്തോഷം വന്നിരിക്കുന്നെന്ന് തോന്നുന്ന ആളുകളിലോ എങ്കിലും ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ്? അമ്മയുടെ ആ ചോദ്യത്തിന് ഒരുപാട് ന്യായവശങ്ങൾ ഉണ്ടായിരുന്നു. ആവണിയെ ഒരല്പം നേരത്തേക്ക് മറക്കേണ്ടി വരുമോ എന്നവൻ വിചാരിച്ചു. അമ്മയ്ക്ക് വേണ്ടിയല്ലേ, സാരമില്ല. അങ്ങനെ ആ അമ്മയും മോനും ഏതാണ്ട് കുറച്ചു നാളത്തെ സഹവാസത്തിന് ശേഷം അവിടെ ഒന്നിക്കുകയാണ്. ആ കഥ അടുത്ത എപ്പിസോഡിലായാലോ? നിങ്ങളെപ്പോലെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കേൾക്കാൻ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ സൂപ്പറായിട്ട് ആ കഥയുമായി ഞാൻ വീണ്ടും വരാട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് കഥകൾ കൂടുതൽ ഉണ്ടാക്കാനും പറയാനും പ്രചോദനം തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാകും. കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.